എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചീവക്കിഴങ്ങ് അഥവാ കൂർക്ക കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇത്രത്തോളം ചീവക്കിഴങ്ങ് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത് വേവിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് അത് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചീവക്കിഴങ്ങിനുള്ളിലേക്ക് മുളകും മഞ്ഞളും ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. തേങ്ങ നല്ലതുപോലെ മൂത്തൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത് തേങ്ങയുടെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയിട്ട് ഏകദേശം 1 മിനിറ്റോളം ഇതൊന്ന് വരട്ടി കൊടുക്കാം. ഇപ്പോൾ മസാലയുടെയൊക്കെ പച്ചമണം എല്ലാം മാറി ഈ സമയമാകുമ്പോഴേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന ചീവക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈയിലാക്കിയിട്ടതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് വരട്ടിയെടുക്കാം. കുറച്ചധികം സമയം ഇങ്ങനെ ഇട്ട് വഴറ്റി കൊടുക്കേണ്ടി വരും. എത്രത്തോളം ഇത് ഇട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നോ അത്രത്തോളം ഇതിന് ടേസ്റ്റ് കൂടും. ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് ചീവക്കിഴങ്ങ് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുത്തായിരുന്നു. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് ചീവക്കിഴങ്ങ് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചീവക്കിഴങ്ങ് കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.